കേരളത്തിലെ എപ്സ്റ്റീനിസം, സംസ്ഥാന രാഷ്ട്രീയത്തിലെ സദാചാര ചരിത്രം. എപ്സ്റ്റീൻ ഫയലുകൾ ലോകത്തെ വിറപ്പിക്കുമ്പോൾ കേരളം മറ്റൊരു രാഷ്ട്രീയ വിവാദത്തിന്റെ ചൂടിലാണ്. ഇത്തവണ ആരോപണ നിഴലിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും MLA-യുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ. നിയമത്തിന് മുന്നിൽ തെറ്റുകാരനാണോ എന്നത് കാലം തെളിയിക്കേണ്ട ഒന്നാണെങ്കിലും ധാർമ്മികമായ ചോദ്യങ്ങളിൽ രാഹുൽ കുരുങ്ങുകയാണ്. എന്നാൽ ഇത് കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു സംഭവമല്ല. അധികാരത്തിന്റെ തണലിൽ സ്ത്രീപീഡന ആരോപണങ്ങൾ ഉയർന്നു വന്നതിന് കേരളത്തിന് 6 പതിറ്റാണ്ടിന്റെ ചരിത്രമുണ്ട്. PT ചാക്കോ എന്ന തുടക്കം. കേരള രൂപീകരണത്തിന് ശേഷമുള്ള ആദ്യത്തെ വലിയ സദാചാര വിവാദം ഉടലെടുക്കുന്നത് 62 വർഷം മുൻപാണ്. 1963 ഡിസംബർ 8. അന്നത്തെ ശക്തനായ ആഭ്യന്തരമന്ത്രി PT ചാക്കോ സഞ്ചരിച്ച ഔദ്യോഗിക കാർ തൃശൂരിൽ വെച്ച് ഒരു ഉന്തുവണ്ടിയിൽ തട്ടി അപകടമുണ്ടായി. വണ്ടി നിർത്താതെ പോയതും കാറിൽ മന്ത്രിക്കൊപ്പം ഭാര്യയല്ലാത്ത ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്ന വാർത്തയുമാണ് കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ചത്. സ്മാർത്ത വിചാരത്തിന്റെ കഥകൾ പറഞ്ഞ് നിയമസഭയിൽ ചാക്കോ പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും EMS എന്ന പ്രതിപക്ഷ നേതാവിന്റെ രാഷ്ട്രീയ ബുദ്ധിക്ക് മുന്നിൽ അദ്ദേഹത്തിന് അടിതെറ്റി. ഒടുവിൽ 1964 ചാക്കോയ്ക്ക് രാജിവെക്കേണ്ടി വന്നു. ചാക്കോ അപ്രതീക്ഷിതമായി വിടവാങ്ങുകയും ചെയ്തു. ആ വിവാദത്തിന്റെ കനലുകളിൽ നിന്നാണ് പിന്നീട് കേരള കോൺഗ്രസ് എന്ന പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം പിറവിയെടുത്തത്. സൂര്യനെല്ലിയും PJ കുര്യനും. PT ചാക്കോ ആരോപണത്തിന് ശേഷം 30 വർഷത്തോളം ഇത്തരം വിവാദങ്ങൾ കേരളത്തിൽ അടങ്ങിക്കിടന്നു. എന്നാൽ 1996 കേരളത്തെ നടുക്കിയ സൂര്യനെല്ലി കേസ് പുറത്തുവന്നു. 9ാം ക്ലാസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ച കേസിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യന്റെ പേര് ഉയർന്നുവന്നു. രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളും നിയമ പോരാട്ടങ്ങളും വർഷങ്ങളോളം നീണ്ടുനിന്നു. ഒടുവിൽ കുര്യൻ കുറ്റവിമുക്തനായി. ഐസ്ക്രീം കേസും കുഞ്ഞാലിക്കുട്ടിയും. PJ കുര്യൻ വിവാദത്തിന് തൊട്ടു പിന്നാലെയാണ് കോഴിക്കോട്ടെ ഐസ്ക്രീം പാർലർ പെൺവാണിഭ കേസ് പുറത്തുവരുന്നത്. മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ കൊടുങ്കാറ്റായി. ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ പ്രമുഖർ മൗനം പാലിച്ചപ്പോഴും സ്ത്രീ സംഘടനകളും സാമൂഹിക പ്രവർത്തകരും ഈ വിഷയം സജീവമാക്കി നിർത്തി. ഇതിന്റെ പേരിൽ കുഞ്ഞാലിക്കുട്ടിക്ക് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വരികയും പിന്നീട് തിരിച്ചെത്തുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം സ്വന്തം ബന്ധുവായ KA റൌഫ് പുതിയ വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയതും ഈ കേസിനെ വീണ്ടും ചർച്ചാ വിഷയമാക്കി. അവിടെയും കുഞ്ഞാലിക്കുട്ടി നിയമപരമായി തെറ്റുകാരനായില്ല. ഇന്നും കേരള രാഷ്ട്രീയത്തിൽ കുഞ്ഞാലിക്കുട്ടി നിറഞ്ഞു നിൽക്കുന്നു. ഇടതുപക്ഷത്തെ ആരോപണങ്ങൾ. സ്ത്രീപീഡന ആരോപണങ്ങളിൽ നിന്ന് ഇടതുപക്ഷവും മുക്തമായിരുന്നില്ല. EK നായനാർ സർക്കാരിന്റെ കാലത്ത് മന്ത്രിയായിരുന്ന A നീലാലോഹിതദാസൻ നാടാർക്കെതിരെ IAS IFS ഉദ്യോഗസ്ഥർ നൽകിയ പരാതി വലിയ വിവാദമായി. അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചു. പിന്നീട് 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഫോൺ കെണി വിവാദത്തിൽപ്പെട്ട് AK ശശീന്ദ്രനും രാജി നൽകി. PK ശശി, P ശശി, ഗോപി കോട്ടമുറിക്കൽ തുടങ്ങിയ നേതാക്കൾക്കെതിരെ പാർട്ടി തലത്തിൽ അച്ചടക്ക നടപടികൾ ഉണ്ടായതും കേരളം കണ്ടു. പക്ഷേ ഇവർ ആരും നിയമത്തിന്റെ മുന്നിൽ കുറ്റക്കാരായില്ല. എല്ലാവരും പലതരത്തിൽ നിരപരാധിത്വം തെളിയിച്ചു. ഇപ്പോഴും രാഷ്ട്രീയത്തിൽ സജീവം. സോളാർ എന്ന കൊടുങ്കാറ്റ്. കേരള രാഷ്ട്രീയത്തെ ഏറ്റവും കൂടുതൽ അപകീർത്തിപ്പെടുത്തിയ ഒന്നായിരുന്നു സോളാർ വിവാദം. അഴിമതിക്കപ്പുറം ലൈംഗികാരോപണങ്ങൾക്കായിരുന്നു അവിടെ മുൻഗണന. ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള ഉന്നത കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസിലെ പ്രതി ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. വർഷങ്ങൾ നീണ്ട CBI അന്വേഷണത്തിനൊടുവിൽ എല്ലാവരും കുറ്റവിമുക്തരായെങ്കിലും ആ വിവാദങ്ങൾ ഉണ്ടാക്കിയ മുറിവ് വലുതായിരുന്നു. ഇന്ന് വീണ്ടും കോൺഗ്രസ് പ്രതിരോധത്തിലാണ്. M വിൻസൻ, എൽദോസ് കുന്നപ്പിള്ളി എന്നീ MLA-മാർക്ക് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലും പ്രതിക്കൂട്ടിലാവുന്നു. സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങളും ആരോപണങ്ങളും രാഷ്ട്രീയ ആയുധമാകുമ്പോൾ ഇല്ലാതാകുന്നത് രാഷ്ട്രീയത്തിന്റെ ധാർമ്മികതയാണ്. നിയമത്തിന്റെ പഴുതുകളിലൂടെ പലരും രക്ഷപ്പെട്ടേക്കാം. പല ആരോപണങ്ങളും കെട്ടിച്ചമച്ചതാവാം. പക്ഷേ അധികാരത്തിലിരിക്കുന്നവർ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ എന്നും പൊതുസമൂഹത്തിന്റെ കർശനമായ നിരീക്ഷണത്തിലാണ്. ചരിത്രം പഠിപ്പിക്കുന്നത് ഒന്നു മാത്രം: അധികാരം ആർക്കും എപ്പോഴും എന്തിനുമുള്ള ലൈസൻസ് അല്ല. ഇതുതന്നെയാണ് എപ്സ്റ്റീൻ ഫയലുകളും ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടുന്നത്.